വീട്ടിൽ തന്നെ കിട്ടുന്ന വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മന്തി മസാല റെഡിയാക്കിയിട്ടുള്ളത്. എന്താ പറയാ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് ആ ഒരു മന്തി കഴിക്കാൻ തോന്നും. അത്രയ്ക്കും എന്താ പറയാ, ഒത്തന്റിക് ആയിട്ടുള്ള ഒരു പൗഡറാണ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്ക് നോമ്പൊക്കെ വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികൾ, ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മസാലപ്പൊടികൾ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മസാലപ്പൊടികളുടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മന്തി മസാലയാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മസാല പൗഡറാണ്. ഇതിൻ്റെ പ്രത്യേക ഒരു റെസിപ്പിയാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മന്തിയുടെ ടേസ്റ്റാണ് ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ല അടിപൊളി ടിപ്പുകൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അറബിക് മന്തി മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ കാണിക്കുന്നത് അതിലേക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ടാണ്. കാരണം എനിക്കിവിടെ ഒരു മാസത്തേക്ക് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻറ്റും. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ഈ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് അതിനെക്കാട്ടിയും ഇരട്ടിയായിട്ട് എടുക്കുക കേട്ടോ. ഇവിടെ ഇതിൽ പ്രത്യേകിച്ചും ചേർത്തിട്ടുള്ളത് സഹജീരകമാണ്, പെരുംജീരകം, പിന്നെ ചെറിയ ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീഫ്, ഡ്രൈ ലെമൺ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി ചേർക്കാം, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്. ഇത്തിരി കളർ വ്യത്യാസം ഉണ്ടാകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കൂടുതൽ ഫ്ലേവർ നമുക്ക് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഇതിന് ചൂടാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇതേപോലെ നമുക്ക് ഈ ഡ്രൈ ലെമൺ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊക്കെ നമ്മുടെ മന്തി മസാലയുടെ ടേസ്റ്റ് വളരെയധികം കൂട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട്, അതായത് വളരെ ലോ ആയിട്ട് ആ ഫ്ലെയിമിലാണ് നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മന്തി മസാലയ്ക്ക് ഒന്നുകൂടി ആ ഒരു ടേസ്റ്റ്, ഒതന്റിക് ടേസ്റ്റ് കൂട്ടുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മുരിങ്ങയിലുണ്ടല്ലോ, മുരിങ്ങയില നന്നായിട്ട് ഉണക്കി പൊടിച്ചതാണ്. അത് ഒരു ചെറിയ ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി നമ്മുടെ മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൽ ഫില്ലായി കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല, മീൻസ് പൗഡർ ഇട്ട് വെക്കുക. 1 കിലോഗ്രാം ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂണൊക്കെ ഈ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്തിട്ടുള്ള, അതായത് ഈ ഒരു പൗഡർ വെച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ മന്തി ഉണ്ടല്ലോ, ചിക്കൻ മന്തിക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് റെസിപ്പിക്ക്. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. നമ്മുടെ അടുത്ത റെസിപ്പി ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും